ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു ഖൈബർ യുദ്ധത്തില് ജൂതന്മാരുമായിട്ട് ഇസ്ലാം യുദ്ധം നടത്തുന്ന സമയത്ത് ജൂതന്മാര് പരാജയത്തിന്റെ വക്കിലെത്തിയപ്പോ പരിശുദ്ധമായ പ്രവാചകനും സ്വഹാബത്തുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഞങ്ങളുടെ സ്വത്തുകൾ നിങ്ങൾക്ക് തരാം, ഈ ഒരു അക്രമം അവസാനിപ്പിക്കും, ഈ ഒരു യുദ്ധം നിർത്തുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവരുമായിട്ട് ഒരു കരാറിലെത്തി. ആ കരാർ എത്തിയതിനു ശേഷം അവരെ ആരും ആക്രമിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് അവരുടെ സമ്പത്തിന്റെ ചുങ്കം പിരിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമമാണ്. അവരുടെ ഭാഗത്തുനിന്ന് ജൂതന്മാരുടെ ഭാഗത്തുനിന്നുള്ള ടാക്സ്, ആ മുതല് പിരിച്ചെടുക്കൽ, അതിന്റെ ഉത്തരവാദിത്തം അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏർപ്പെടുത്തി. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു അത് പിരിക്കാൻ വേണ്ടി അവരുടെ അരികിലേക്ക് എത്തിയപ്പോ ജൂതന്മാരിലെ ഒരു വിഭാഗം ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് കൈമണി തരാം, നമ്മുടെ ചുങ്കം കുറച്ച് നിങ്ങൾ എഴുതണം എന്ന് പറഞ്ഞാല് കൈക്കൂലി തന്നിട്ട് ആ കൂടുതൽ വരുന്ന പണം കൂടുതൽ പിരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം, അതിന് നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം എന്ന് പറഞ്ഞ് ജൂതന്മാര് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനെ സമീപിച്ചു. നമ്മുടെ നാട്ടിലത്തെ ശൈലിയാ പണ്ടും. എത്ര പേരെ നിസ്കരിക്കാൻ വരുന്നവരടക്കം കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്നു. മാഫി ഫായിദ, കൈക്കൂലി കൊടുത്തിട്ട് അവന്റെ ആവശ്യങ്ങൾ സാധിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കണം, നല്ലപോലെ ചിന്തിക്കണം. എല്ലാവരും വലിയ നിസ്കാരവും തഖ്വായും 1-ാം ക്ലാസ്സിൽ വന്ന് 1-ാമത്തെ സഫിലൊക്കെ ഇരിക്കുന്നതൊക്കെ കാണാം. പക്ഷെ കച്ചവടത്തിന്റെ വിഷയം വരും, ഇവന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇവന് ഇത് കിട്ടാൻ വേണ്ടി, ഇവന്റെ കൊട്ടേഷൻ കബൂലാകാൻ വേണ്ടി, ഇവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി അവിടുന്ന് അയാൾക്ക് കൊടുക്കുക, ഇവർക്ക് കൊടുക്കുക, അവർക്ക് കൊടുക്കുക, ഇവർക്ക് കൊടുക്കുക, അടി കൂടെ കൈമടക്ക് കൊടുക്കുക. ഇത് പച്ചയ്ക്ക് ഹറാമ് തന്നെയാണ്. അതിന് നിനക്കത് കബൂലായി, ആ കൈക്കൂലിയുടെ പേരിൽ നിനക്കത് കബൂലായി കിട്ടിയാലും ആ പണം സമ്പാദിച്ച് നിന്റെ മക്കൾക്ക് കൊടുക്കലും തീറ്റിക്കലും സദഖ ചെയ്യലും ഹറാം തന്നെയാണ്. ലഅനല്ലാഹു റാശി വൽ മുർതശി വറായിശി ബൈനഹുമാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, കൈക്കൂലി അല്ലാഹു തആല ശപിച്ചു. അത് വാങ്ങുന്നവൻ, കൊടുക്കുന്നവൻ, കൊടുപ്പിക്കുന്നവൻ, എല്ലാത്തിനും അല്ലാഹു തആല ശപിച്ചു. കൊടുപ്പിച്ചാൽ മതി, നമ്മൾ വാങ്ങി തിന്നണമെന്നൊന്നുമില്ല. മറ്റ കസേര ഇരിക്കുന്ന അയാൾക്കൊന്ന് ഇതൊന്ന് കൊടുത്തേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് കൊടുത്തേക്കണേ. ആ ഓക്കെ, അത് മതി. എന്നിട്ട് ഇയാൾ നേരെ, ഞാനേ ലോറസ്കരിച്ചിട്ട് വരാം, ലോറസ്കാരം കഴിഞ്ഞ് പള്ളി വെച്ച് കാണാം. ശരി, ഇയാൾ നേരെ ഈ ഏർപ്പാടാക്കിയിട്ട് നേരെ അവിടെ പോയി ലോറസ്കരിക്കാൻ വേണ്ടി പോയി. അങ്ങനുണ്ട് അങ്ങനത്തെ കസേര ഇവനും നിസ്കരിക്കാൻ വരും. ലോറസ്കാർ അന്നേരം അളിയാ കൊടുത്താ, ആ കൊടുത്തെല്ലാം കൊടുത്തു, എല്ലാം റെഡി. ആ നീ പോയിക്കോ, ഞാൻ മേടിച്ചോ, എൻ്റെ പേപ്പറൊക്കെ ഞാൻ ശരിയാക്കി, നീ പോയിക്കോ, വണ്ടി വിട്ടോ, തീർന്ന്. അസർ നിസ്കാരം കഴിഞ്ഞ് ഞാൻ പേപ്പർ മേടിച്ചോണ്ട് വരാം. ഇത് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇത് കാര്യം പറഞ്ഞു. ജൂതന്മാര് പറഞ്ഞു, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി ലഖദ് ജിഅതും മിൻ ഇൻദി അഹബ്ബിൽ ഖൽഖി ഇലയ്യ. ഞാൻ ആരിൽ നിന്നാ വന്നെന്നറിയോ? ലോകത്ത് വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടപ്പെട്ട ഒരു ദാസനുണ്ട്. അത് ഞങ്ങളുടെ ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി തങ്ങളാണ്. ആ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ജൂതന്മാരുടെ മുന്നിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്നി ലഅബ്ഗളുക്കും മിൻ ഇദാദിക്കും അൽ ഖിറദത വൽ ഖനാസിറ വമാ യഹ്മിലുനി ഹുബ്ബി ഇയാഹു. എനിക്ക് നിങ്ങളോട് ഭയങ്കര വിരോധമാണ്. പൊതുവെ ജൂതന്മാരായതുകൊണ്ട്, ഇസ്ലാമിന്റെ ബദ്ധവൈരികളും ശത്രുക്കളുമായതുകൊണ്ട് എന്റെ മുന്നിൽ നിങ്ങൾ പന്നികളും കുരങ്ങന്മാരുമാണ്. അത്രത്തോളം എനിക്ക് നിങ്ങളോട് വിരോധമാണ്. പച്ചയ്ക്ക് പറയുകയാണ് ജൂതന്മാരുടെ മുഖത്തേക്ക്. നമ്മളെ നോക്കി പലരും പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആരാണെന്നുള്ളത്. അവരങ്ങനെ ഈമാന്റെ പവറോട് പറഞ്ഞു, എന്റെ മുന്നിൽ നിങ്ങൾ കുരങ്ങന്മാരാണ്, നികൃഷ്ടന്മാരാണ്, നീചന്മാരാണ്, പന്നികളാണെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത്രയ്ക്കും നികൃഷ്ടമാണ് നിങ്ങൾ എന്റെ മുന്നിൽ. പക്ഷേ വബഗളുക്കും, നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുന്നു, നിങ്ങളോട് എനിക്ക് കോപമാണ്, വിദ്വേഷമാണ്. പക്ഷേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ച ദൗത്യത്തിൽ ഒരു അനീതിയും
ഞാൻ നിങ്ങളോട് കാണിക്കൂല, ഒരനീതിയും കാണിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈക്കൂലി വാങ്ങിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് എന്റെ ഹബീബിന്റെ അരിക്കൽ ഞാൻ എത്തിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. എന്റെ ഹബീബ് എത്രയാണോ നിങ്ങൾ നിന്ന് വാങ്ങാൻ പറഞ്ഞത് അത്രയും വാങ്ങി ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. അതിൽ നിന്ന് ഇനി ഒരു കുറവും വരത്തില്ല. ഇനി നിങ്ങൾ എത്ര എനിക്ക് തന്നാലും ഞാനത് അംഗീകരിക്കുകയുമില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു സ്വഹാബാക്കളുടെ ആ ഒരു ഈമാനിക പവർ ആരും അറിയില്ല, ആരും കാണില്ല, ആരും കാണില്ല. വലിയ ഒരു തുക അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുമായിരുന്നു, കുറച്ച് എഴുതി കൊടുക്കാൻ. ഇത് കേട്ടപ്പോ കുറെ ജൂതന്മാര് പറഞ്ഞു, ഫഖാലു ബിഹാദാ ഖാമത്തിസ് സമാവാതു വൽ അർദ്. ഇതുപോലുള്ള നീതി കൊണ്ടാണ് ആകാശ ഭൂമികൾ പോലും നിലനിൽക്കുന്നത്, ഇതുപോലുള്ള നീതി കൊണ്ടാണ്. എത്രയോ അനീതികൾ ലോകത്ത് നടന്നാലും നീതിയും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽപ്പാണ് ഇന്ന് ഈ ആകാശ ഭൂമികൾ നമ്മളെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് ജൂതന്മാര് പോലും പറഞ്ഞെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. നീതി നിലനിൽക്കുന്നിടത്ത് അള്ളാഹുവിന്റെ കാവലുണ്ടാകും എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് കൈക്കൂലി വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്യലല്ല. ഖൈറു ശുഹദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറു ശുഹദാഇ അല്ലദി യഅതി ബിശ്ശഹാദതി ഖബ്ല അൻ യസ്അലഹാ. ഒരാൾ ഒരു തെറ്റ് കണ്ട് അതിന് ഞാൻ സാക്ഷ്യമാണെന്ന് കോടതിയുടെ മുന്നിൽ അത് കണ്ടതുപോലെ പോയി പറയലാണ് ഏറ്റവും നല്ല ഷഹീദ്, ഏറ്റവും നല്ല സാക്ഷിയായവൻ. അവനാണ് ശ്രേഷ്ഠൻ. ഖബ്ല അൻ യസ്അലഹാ. അവനോട് പോയി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവനോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അവനെ പോയി നിർബന്ധിച്ചിട്ട് നീ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ അവനോട് പറയുന്നതിന് മുമ്പ് കണ്ടതും നടന്നതും അത് യാഥാർത്ഥ്യമായി അതിന് സാക്ഷ്യം വഹിച്ച വ്യക്തി കോടതിയുടെ മുന്നിൽ പോയി ആ ഹക്ക് തുറന്നു പറഞ്ഞാൽ അവനേക്കാൾ ഒരു നല്ലവൻ ലോകത്തിലില്ല. നബിയുനാ റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല. നമ്മൾ പോയിട്ട് സാക്ഷി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയാൻ പാടില്ല, ആരുടെയും പണം വാങ്ങിയിട്ട് പോയി പറയാൻ പാടില്ല. നമ്മൾ ഇവിടെ ഭയപ്പെടേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടത്. എന്റെ വാപ്പായോ എന്റെ ഉമ്മയോ എന്റെ കൂട്ടുകാരനോ എന്റെ സുഹൃത്തോ എന്റെ മക്കളോ അല്ല എന്റെ വിഷയം. ഫല്ലാഹു ഔലാ ബിഹിമാ. എന്റെ റബ്ബാണ് എനിക്കിവിടെ വലിയ വിഷയം. ഞാൻ നിനക്കെതിരെ ഒരു സാക്ഷി, കള്ളസാക്ഷി, ഈ ആവശ്യമില്ലാത്തത് നിനക്ക് പറഞ്ഞാൽ നാളെ അള്ളാന്റെ അടുക്കൽ ഞാൻ പിടിക്കപ്പെടുമെന്നുള്ള ചിന്ത ഈ പറയുന്ന വ്യക്തിയായി എനിക്കുണ്ടാകണം. ഖൈറു ശുഹദാഇ അല്ലദി യഅതി ബിശ്ശഹാദ ഖബ്ല അൻ യസ്അലഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ കാണാത്തത് ഞാൻ കണ്ടിട്ടില്ല. വണ്ടിയൊക്കെ ഇടിക്കുമ്പം, അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ വരുമ്പം, അല്ലെങ്കിൽ മറ്റേ അത് കാണുമ്പോൾ കണ്ടതാണ് ഞാൻ കണ്ടിട്ടില്ല. ഉള്ള ഹക്ക് തുറന്നു പറഞ്ഞു. ഏറ്റവും വലിയ ഖൈറു ശുഹദാ, ശുഹദാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രക്തസാക്ഷ്യം വഹിച്ചവരാണ് ശുഹദാക്കൾ. ആ ഒരു പേരാണ് അല്ലാഹു തആല ഏറ്റവും നല്ല സത്യസന്ധമായ നീതി നിലനിർത്തുന്നവരും സത്യസന്ധമായി സാക്ഷ്യം വഹിക്കുന്നവർക്കും അല്ലാഹു ഇവിടെ ഉപയോഗിച്ചത്, റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ചത്. ഏറ്റവും വലിയ പദവിയാണ് അല്ലാഹു തആല ശുഹദാക്കൾക്ക് കൊടുക്കുന്നത്, രക്തസാക്ഷികൾക്ക് അല്ലാഹു തആല നൽകുന്നത്. ആ ഒരു പേര് തന്നെയാണ് ഈ സാക്ഷ്യം വഹിക്കുന്നവർക്കും ശുഹദാ എന്നിട്ടത്, ഷഹീദ് എന്നിട്ടത്. സാക്ഷ്യം വഹിക്കാൻ പോകുന്നവന്റെ പേര് ഷഹീദ് എന്നാണ്. എത്ര വലിയ ഉത്തരവാദിത്വം, എത്ര വലിയ വാക്കാണത്. അവരുടെ ആ സ്ഥാനം അള്ളാന്റെ അടുക്കലാണ് അവർക്ക് സ്ഥാനം. കാരണം അത്രയും നീതിയോടുകൂടി നിലനിന്നവരാണ്. ഒരാളുടെ ദുആ കബൂലാകുന്നതിന് ഏറ്റവും വലിയ കാരണം ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരുത്തനാണോ നീ, നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാത്തത് എന്താ? 80% നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് കള്ളത്തരങ്ങളാണ്. 20% സത്യസന്ധത കാണും. നമ്മുടെ ദുആയ്ക്ക് മറയാൻ മുകളിലോട്ട് ഉയരുന്നില്ല. ആദിലായ ഒരു ഇമാം എന്ന് പറയുമ്പോ ഇമാമ പള്ളിയിലത്തെ ഇമാം എന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ അത് ആരായിരുന്നാലും അവർ നീതിബോധമുള്ളവരാണെങ്കിൽ അവരുടെ ദുആയ്ക്ക് മറയുണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവരുടെ ദുആയ്ക്ക് മറയുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ദുആയ്ക്ക് ഖബൂലിയത്ത് കുറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഞാൻ എവിടെയോ കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. വാപ്പാടത്ത് കള്ളത്തരം കാണിച്ചു, ഉമ്മാടത്ത് കള്ളത്തരം കാണിച്ചു, അവരോട് ഇവരോടൊക്കെ ഞാൻ കള്ളത്തരം കാണിച്ചു. അതുകൊണ്ടായിരിക്കാം എനിക്ക് എന്റെ ദുആയ്ക്ക് ഉത്തരം കിട്ടാൻ വൈകുന്നത് എന്ന് ചിന്തിച്ചോളി. അള്ളാഹുവിനോടാണ് നമ്മൾ ഇതിന് മറുപടി പറയേണ്ടത്, നമുക്ക് ദുനിയാവിലുള്ള വ്യക്തികളോടല്ല. അതുകൊണ്ടാണ് അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞത്, വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈൻ വൽ അഖറബീൻ.
അറിയുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബക്കാരാകട്ടെ, നിങ്ങളുടെ നാട്ടുകാരനാകട്ടെ, നിങ്ങളുടെ സ്വന്തക്കാരനാകട്ടെ, നിങ്ങളുടെ സുഹൃത്താകട്ടെ, നീ ആകട്ടെ, ആരായാലും സത്യം സത്യമായേ നടപ്പിലാക്കാൻ പാടുള്ളൂ, നിലനിർത്താൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ, സാക്ഷ്യം വഹിക്കാൻ പാടുള്ളൂ. വകാന അല്ലാഹു ബിമാ തഅമലൂന ഖബീറാ. എല്ലാം അല്ലാഹു അറിയുന്നുണ്ടെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. എല്ലാം അല്ലാഹു അറിയുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അതാണ് നമുക്ക് വേണ്ടത്. കഅദീലി കയൗമി യൗമു അദ്ലിൻ കഇബാദതി 40 സന. ഒരു ദിവസം നീ നീതി നടപ്പിലാക്കിയാൽ 40 വർഷത്തെ ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു നിന്റെ മേൽ രേഖപ്പെടുത്തും. ഒരു ദിവസം നീതി നടപ്പിലാക്കിയാൽ യൗമു അദ്ലിൻ, യൗമു അദ്ലിൻ, ഒറ്റ ദിവസത്തെ നീതിയെ നീ നടപ്പിലാക്കാവൂ. അത് ആർക്കെതിരും ആകട്ടെ, ആർക്കും എതിരും ആകട്ടെ. അതാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅദിലൂ ഹുവ അഖറബു ലിത്തഖ്വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ പറയുന്നു, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ നീതിബോധമുള്ളവരാകണേ. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ. ഒരുപക്ഷെ നീ നീതിമാനായിരിക്കുന്ന സമയത്ത് നിന്റെ മുന്നിലേക്ക് വരുന്നത് നിന്റെ എതിരാളിയായിരിക്കാം, കുടുംബ ശത്രുവായിരിക്കാം, പാരമ്പര്യമായി നിന്നോട് വിരോധമുള്ളവനായിരിക്കാം. അവനൊരു കുറ്റം ചെയ്തതിന്റെ പേരിൽ നിന്റെ മുന്നിലേക്ക് അവനെ കൊണ്ടുവരപ്പെടുകയാണ്. നിനക്കും അവനുമുള്ള ആ പഴയ കാലഘട്ടത്തിലെ വിരോധത്തിന്റെ പേരിൽ അവന് നീതി നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. എന്റെ വിരോധിയില്ല അവൻ, ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല, വേറെ ഏതൊരു പ്രശ്നമായിട്ട് ഞാൻ നീതിമാനാണ്, എന്റെ മുന്നിൽ അവനെ കൊണ്ടുവന്ന് വിസ്തരിക്കാൻ ഞാനാണ് തീരുമാനിക്കേണ്ടത് ഇവന് 10 വർഷം ജയില് കൊടുക്കണമെന്നുള്ളത്. ഞാനുമായിട്ടുള്ള കുറ്റമല്ല, പക്ഷെ എന്റെ വിരോധിയാണ് ഇവൻ. പണ്ടേ ഞാനുമായിട്ട് ഇവനോട് പ്രശ്നമാണ്. അപ്പൊ ഞാൻ നീതി എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഒന്നും നോക്കൂല, അവൻ കിടക്കട്ടെ, 10 വർഷം എഴുതി അവന് കൊടുക്കുക. പാടില്ല, ചെയ്യരുത്. അല്ലാഹു തആല പറഞ്ഞു, നിന്റെ വിരോധിയായിരിക്കാം, ولا يجرمنكم شنآن قوم على ألا تعدلوا. ഒരാൾക്ക് മറ്റൊരു സമൂഹത്തോടുള്ള ഈർഷ്യതയുടെ പേരിൽ അവർക്ക് നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. നിങ്ങൾ അവരോട് നീതിയുള്ളവരാകണേ. അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. മനസ്സിലായിക്കോളൂ. നീതി കിട്ടാൻ വേണ്ടി അപ്പുറം തൊട്ടടുത്തൊരുത്തം കട കൊണ്ടിട്ട്, നമ്മളിവിടെ വർഷങ്ങളായിട്ടിരിക്കുന്ന കടയാണ്, അവിടെ കട കൊണ്ടിട്ട് പോലീസ് വന്ന് നീ മാറ്റി, ഞാൻ നിനക്ക് എന്തെങ്കിലും തരാം, അവനെ ദൈവം ഇവിടെ നിന്ന് പൊക്കി വിടണേ. അവൻ ജീവിച്ചോട്ടെ, റിസ്ക്. നീ അതിനെ തടയാൻ പോണ എന്തിന്? എന്നിട്ട് നീ ഭയങ്കര നിസ്കാര വിവാദത്തും പാടില്ല. ഖുർആനായത്താണ്, അല്ലാഹയെ പേടിയുണ്ടെങ്കിൽ അവന് സൗകര്യം ചെയ്തു കൊടുക്കുക. ാഹത്താട് ജീവിച്ചു പോട്ടെ, ഖൈർ പോട്ടെ. ഇവിടെ സമൂഹങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. സമൂഹങ്ങൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കോടതികളിൽ ഇരിക്കുന്നതൊക്കെ അമുസ്ലിമികളാണല്ലോ. ജഡ്ജിയായിട്ടൊക്കെ മുസ്ലിങ്ങളായിട്ട് ആരാ ഉള്ളത്? അപ്പൊ നമ്മൾ പോകുമ്പോ അവൻ മുസ്ലിമാണ്, അതുകൊണ്ട് ഇവനെതിരെ നമുക്ക് എന്തെങ്കിലും നിയമം കൽപ്പിക്കണം എന്ന് അവന്റെ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ജഡ്ജി തീരുമാനിച്ചാൽ അത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറും. അതല്ല, ആരുമാകട്ടെ, മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, എന്താ പ്രശ്നം? അവിടെ നീതിയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നതെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തി അത് നമ്മുടെ വിരോധിയാണ് എന്ന് നമ്മൾ പരിഗണിക്കുകയും ചെയ്യരുത്. അവൻ ആരുമാകട്ടെ, അവൻ ചെയ്തതിൽ നന്മയാണോ തിന്മയാണോ അതാണ് അവിടെ സ്ഥാനം. അല്ലാഹു തആല പറഞ്ഞ വാക്കതാണ്. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നു, നഹലനി അബി നിഹ്ല, എന്റെ വാപ്പ എനിക്കൊരു സമ്മാനം നൽകി. എന്റെ ഉമ്മ അത് കണ്ട ഉടനെ ബഹുമാനപ്പെട്ട
നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ മാതാവ് പറഞ്ഞു, മോനെ ഇത് ഒരിക്കലും നീതിയാവൂല കേട്ടോ. എന്ന് പറഞ്ഞാൽ നിനക്ക് മാത്രമാണ് വാപ്പ സമ്മാനം തന്നത്, ബാക്കിയുള്ള മക്കൾക്ക് സമ്മാനം കൊടുക്കാത്തത് കൊണ്ട് ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിൽ എത്തിക്കുന്നത് വരെ ഞാൻ ഇതിനോട് തൃപ്തിപ്പെടുകയേ ഇല്ല. നിന്റെ വാപ്പ ചെയ്തതിനോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. അംറത്ത് ബിൻ റവാഹ എന്ന് പറയുന്ന ഉമ്മ, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിന്റെ ഉമ്മ പറയാണ്, നുഅ്മാൻ ഇബ്നു ബഷീറിന് വാപ്പ ഒരു സമ്മാനം കൊണ്ട് കൊടുത്തു, ബാക്കിയുള്ള മക്കൾക്ക് കൊടുത്തില്ല. നമ്മൾ ചിന്തിക്കണം, ചെറിയ കാര്യമാണ്. ഒരു കുട്ടിക്ക് മാത്രം ബലൂൺ മേടിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ളവന് കൊടുക്കാതിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു. ഇതൊക്കെ ചെറിയ കാര്യമല്ല കേട്ടോ. ഞാൻ അതാ പറഞ്ഞ ആഖിറുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇവിടെ ഒന്നും ആരും ചോദിക്കണമെന്ന് പോലെ നീ എന്തടെ അവന് മേടിച്ചു കൊടുക്കുന്നത്, കൊട്ടി മേടിച്ചു കൊടുക്കുന്നത്, ഇതൊന്നും ഇവിടെ പറയാം. പക്ഷെ അവിടുത്തെ കാര്യം അതല്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വാപ്പയെ കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അകുല്ല വലദിക നഹൽത, ഏ സഹോദരാ, നീ നിന്റെ നഹൽത മിസ്ലഹു, ഇതേപോലെ നിന്റെ എല്ലാ മക്കൾക്കും നീ സമ്മാനം നൽകിയോ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ലാ, ഇല്ല നബിയേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാൻ ഇതിനെ അംഗീകരിക്കുകയേ ഇല്ല. ഓർത്തോ, ഇത്തഖുല്ലാഹ് വഅദിലൂ ബൈന ഔലാദികും. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ നീ സൂക്ഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി പുലർത്തുന്നവരാകണേ. ഈ അക്രമത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കൂല. നാളെ അള്ളാന്റെ കോടതിയിൽ ഈ വിഷയം വന്നാൽ നിനക്ക് ഞാൻ അനുകൂലമായി വാദിക്കൂല. ഒരു ചെറിയ ഒരു ബിസ്ക്കറ്റ് ഒരു കുട്ടിക്ക് കൊടുത്ത് ബാക്കി കുട്ടിക്ക് കൊടുത്തില്ല. അപ്പോഴത്തേക്ക് അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? ഇത്തഖുല്ലാഹ്, നീ അള്ളാഹെ സൂക്ഷിച്ചോ, വഅദിലൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി ബോധമുള്ളവരാണ്. മൂത്ത മോന് ഒന്നും കൊടുക്കൂല, ഇളയ മോന് കൊടുക്കും, നടുവത്തെ മകന് കുറച്ച് കൊടുക്കും, മൂന്നാമത്തെ മോന് 80% കൊടുക്കും, അവസാനത്തെ മോന് മെയിൻ ചാലയിലെ കടയും സ്ഥലവും എല്ലാം എഴുതി കൊടുക്കും. എല്ലാം പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നമാണ്. മൂത്ത മോൻ വന്ന് ഓരോ പള്ളി തോറും കയറി ഇറങ്ങി, ഉസ്താദന്മാരെ എന്റെ വാപ്പ ചെയ്തത് ശരിയല്ല, എന്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യൂല. ഒരു ഉമ്മ 10 സെന്റ് സ്ഥലം അനിയന് കൊടുത്തു, മൂത്തവന് കൊടുത്തില്ല. അതിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാനോ കാണാനോ, ആ അനിയൻ മരിച്ചിട്ട് പോലും, ആ അനിയൻ സുഖമില്ലാതെ കിടന്നിട്ട് പോലും തൊട്ടടുത്ത് താമസിച്ചിട്ട് പരിസരത്ത് വന്ന് നോക്കുക പോലും ചെയ്തില്ല. മരണം വരെ 10 സെന്റാണ് ഇവിടെ വിഷയം. ആഖിറമോ അല്ലാഹുവോ റസൂലോ ഒന്നുമല്ല ഇവിടെ വിഷയം. 10 സെന്റ് തന്നില്ല, അതിന്റെ പേര് ഈ കായെ നോക്കിയില്ല, ഉമ്മായി നോക്കിയില്ല, അവരെ മയ്യത്ത് നിസ്കരിച്ചില്ല. അല്ല, ആലോചിച്ചു എന്തിന് ഈ ഈമാൻ? ഈ 10 സെന്റിനും 5 സെന്റിനും 2 സെന്റിനും വേണ്ടിയാണ് നമ്മുടെ ജീവിതം. ബോംബെയിൽ പോയി നോക്കി, ഡൽഹിയിൽ പോയി നോക്കി, തെരുവോരങ്ങളിൽ 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ കുഞ്ഞുമക്കളെ കിടന്ന് നിറങ്ങുന്നത്, നടക്കുന്നത്, ഉറങ്ങുന്നത്, കഴിക്കുന്നത് കാണാം. ആർക്കല്ല പ്രശ്നമുണ്ടാ? പോയി നോക്കി, ഓരോ തെരുവോരങ്ങൾ പോയി പരിശോധിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് വീട് തന്നു, കിടക്കാൻ സൗകര്യം തന്നു, കഴിക്കാൻ നല്ല ഭക്ഷണം തന്നു. നമ്മൾ ഇവരെയാണ് നോക്കേണ്ടത്. പടച്ചവരെ, എനിക്ക് എന്റെ ഉപ്പയോ ഉമ്മയോ തന്നതിൽ അല്പം കുറവ് വന്നാലും എന്റെ ജീവിതത്തിൽ ഒരു കുറവും നീ നൽകിയിട്ടില്ല അല്ലാ. എന്റെ ഉമ്മാക്കും ഉപ്പാക്കും ദർജ ഉയർത്തി കൊടുക്കണേ റബ്ബേ എന്നാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. മറിച്ച് വാപ്പാക്കും ഉമ്മാക്കും എതിരെ അവിടെ ശപിക്കലോ ദുആ ചെയ്യലോ അല്ല. അതുകൊണ്ട് വാപ്പാമാരെ, ഉമ്മമാരെ, നമ്മുടെ ഇന്ദ്രിയത്തിൽ നിന്ന്, നമ്മുടെ ഭാര്യയുടെ മുതുകിലേക്ക് നമ്മൾ വിസർജിച്ച ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് അള്ളാഹു നമുക്ക് നൽകിയ സന്താനങ്ങൾ നമ്മുടെ മക്കളാണ് കേട്ടോ. അവർ പിഴച്ചാലും അവർ നന്നായാലും അവരെ നമ്മുടെ മക്കൾ തന്നെയാണ്. അവർക്കിടയിൽ നിങ്ങൾ നീതിബോധത്തോട് നടക്കണേ. ഖുർആൻ, ഹദീസ്. അത് അവൻ പോയി, അവൻ കഴിച്ചു പോയി, അവൻ അപ്പായെ നോക്കാത്ത ഉമ്മ നോക്കാത്തവൻ. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ അള്ളാന്റെ അടുക്ക നിന്റെ മോനാണവൻ, നിന്റെ മകൻ തന്നെ, നിന്റെ മകൻ തന്നെ അല്ലേ. അത് പിഴച്ചു പോയെന്നും പറയണമെന്ന് കാര്യമില്ല. അവർക്ക് കൊടുക്കാനുള്ള ഹക്ക് വാപ്പ കൊടുക്കണം, കൊടുക്കാനുള്ള ഹക്ക് ഉമ്മ കൊടുക്കണം. ഒരു ചെറിയൊരു സമ്മാനം
ഒരു കുട്ടിക്ക് മാത്രം കൊടുത്ത് ബാക്കി കുട്ടിക്ക് കൊടുത്തില്ല. അപ്പൊ അതിന്റെ പേരിൽ എന്താ സംഭവിച്ചത്? റസൂൽ യഅ്ദിലു ബൈന ഔലാദിക്കും. അപ്പൊ നമ്മുടെ മക്കളിപ്പോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്ത ഇവിടെ നാട്ടിലില്ല, അടുത്തും ഗൾഫിലാണ്, ഞാൻ മോനാണ് വീഡിയോ കോൾ ചെയ്തോണ്ട് ആണ്ട കുട്ടിക്ക് ഞാൻ മേടിച്ച് തന്നിട്ടുണ്ട്, അങ്ങനെ നല്ല കൊള്ളാം, അയ്യോ നല്ല രസമുണ്ടല്ലോ, കൊള്ളാം, അവൻ സന്തോഷം തൃപ്തിപ്പെട്ട ഓക്കെ. ഇത് അവന് വാങ്ങിക്കൊടുത്തു, ഇവന് വാങ്ങിക്കൊടുത്തില്ല, അത് പ്രശ്നമാവും. അന്ന റജുലൻ കാന ജാലിസൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിൽ ഇരിക്കുകയായിരുന്നു. ഫജാഅ ബുനയ്യുൻ, അദ്ദേഹത്തിന്റെ മകൻ, കുഞ്ഞുമകൻ, കൊച്ചു പൈതൽ ഓടി വന്നു. ഫഖബ്ബലഹു ഫഅജ്ലസഹു ഫീ ഹിജ്രിഹി, ആ മകനെ കൊണ്ടുവന്ന് എടുത്ത് ചുംബിച്ചിട്ട് തന്റെ മടിയിലിരുത്തി. സുമ്മ ജാഅത് ബുനയ്യത്തുൻ, കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കുഞ്ഞുമകൾ ഓടി വന്നു. ഫഅജ്ലസഹു അലാ ജംബിഹി ഫഅജ്ലസഹ അലാ ജംബിഹി, അദ്ദേഹം ആ കുട്ടിയെ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹോദരാ, ഫമാ അദൽത ബൈനൽ ഔലാദ്, മക്കൾക്കിടയിൽ നീ നീതി കാണിച്ചിട്ടില്ല കേട്ടോ. ആൺകുട്ടി വന്നപ്പോ ഉമ്മ വെച്ച് മടിയിരുത്തി, പെൺകുട്ടി വന്നപ്പോ സൈഡിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. തെറ്റ്, വലിയ തെറ്റ്, വലിയ തെറ്റ്. ആൺകുട്ടിയെ മാത്രം നമ്മൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും, പെൺമക്കളെ കൊണ്ടുപോകൂല. 4 പെണ്ണും ഒരാണുമാണ്, അവസാനം കിട്ടിയതാണ് പടച്ചവനെ, അവനെയും പൊക്കിക്കൊണ്ട് ദുനിയാവ് മൊത്തം കറങ്ങും. വീട്ടിലെ ബാക്കിയുള്ള പെൺമക്കളെ വിഷമിച്ചിരിക്കും, ഉപ്പാ ഞങ്ങളെയും കൂടെ കൊണ്ടുപോപ്പാ, മദ്രസയിൽ പോണം, ട്യൂഷൻ ഉണ്ട്, ഇപ്പൊ സാറ് വരും, ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സാ, നിന്നെ ഇവിടെ കൊണ്ടുപോകാനാ, വരുന്നേ കൊണ്ടിരി, എന്നാ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം പാപ്പാ, എനിക്ക് സമയമില്ല, എനിക്ക് കഴിഞ്ഞ് പള്ളിയിൽ പോണം, തീർന്നു. ബാക്കിയുള്ള 4 മക്കൾക്കും നീതിയില്ല, ഒരു മോന് മാത്രം നീതി. തെറ്റ്, റസൂൽ തങ്ങൾ പറഞ്ഞ തെറ്റ്, നീ കാണിക്കുന്ന അക്രമാണ്, നീ കാണിക്കുന്ന അധർമ്മമാണ്. അതുകൊണ്ട് നിന്റെ മക്കളെല്ലാം കൊണ്ടുപോ. 3 പേരെ ഉംറയ്ക്ക് കൊണ്ടുപോയി, ഒരു കുട്ടിയെ മാത്രം കൊണ്ടുപോയില്ല. ചോദിക്ക്, ബാമനെ പോകാം, വരുന്നില്ല, ഓക്കെ, വരുന്നില്ല, ഓക്കെ. ചില ആളുകൾ അങ്ങനെയുണ്ട്, 2 പേരെ കൊണ്ടുപോകും, ഒരാളെ കൊണ്ടുപോകും, ബാക്കിയുള്ളവരെ കൊണ്ടുപോകില്ല, ഇളയനെ കൊണ്ടുപോകും, ബാക്കിയുള്ളവരെ കൊണ്ടുപോകില്ല. പരീക്ഷയ്ക്ക് ജയിച്ചാൽ നിന്നെ കൊണ്ടുപോകാം, അപ്പൊ ബാക്കിയുള്ള മക്കൾ, വാപ്പ നമ്മ കൂടെ പോകണം, വാപ്പ നമ്മളെ കൂടെ കൊണ്ടുപോകാം, പൈസ ഇല്ല മക്കളെ, അടുത്ത പ്രാവശ്യം ആട്ടെ മക്കളെ, അടുത്ത പ്രാവശ്യം ഒരുമിച്ച് പോകാം വാപ്പ. അപ്പൊ ആ വിഷമത്തോട് ഒരു കുഞ്ഞു ഇവിടെ ഇരിക്കുമ്പോ ബാക്കിയുള്ള കുട്ടിയെ കൊണ്ട് ഉംറയ്ക്ക് പോകുമ്പോ അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ ഇങ്ങോട്ട് അയച്ചു കൊടുത്താൽ ഇഷ്ടപ്പെടുവോ? ഈ കുട്ടിയെ വിഷമിപ്പിച്ചിട്ടല്ലേ പോവുക, ഈ കുട്ടിയെ വേദനിപ്പിച്ചിട്ടല്ലേ പോവുക? ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിച്ചു. ഒരു ഷവർമ്മ മേടിച്ചു, 2 എണ്ണം മേടിച്ചു, 3 മക്കളുണ്ട്, ഇവർ 2 നീ ഇച്ചിരി വലിയവനല്ലേ, നീ അവിടെ പോയി, നീ അവിടെ പോയതല്ല. അല്ല, അത് നമ്മുടെ മക്കളെ വെച്ച് വലുതെന്ന് പറഞ്ഞാൽ ഷവർമ്മ ഇറങ്ങൂലേ വായിക്കാത്തൂടെ? വലിയ കുട്ടിക്ക് എന്താ ഷവർമ്മ കുഴപ്പം? മേടിക്കുമ്പോ എല്ലാവർക്കും വാങ്ങിച്ചു കൊടു. നീതി, ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതിയുള്ളവരാകണേ. മൊബൈൽ വാങ്ങിക്കൊടുത്താൽ എല്ലാവർക്കും ഒരേപോലെ വാങ്ങിച്ചു കൊടു. ഒരുത്തന് ഐഫോണ്, ഒരുത്തന് സാംസങ്, ശരിയാവോ അത്? അപ്പൊ പറഞ്ഞു, വാപ്പ എനിക്കാണ് ഒരുപാട് പഠിക്കാനുള്ളത്, വാപ്പ അവന് വാപ്പ ഐഫോൺ മേടിച്ച്, എനിക്ക് സാംസങ് മേടിച്ചത്. അവര് തമ്മിൽ പ്രശ്നമായ വാപ്പ നാളെ മറുപടി പറയണം. അല്ലെങ്കിൽ 2 പേർക്കും സവാ വാങ്ങിക്കൊട്, പ്രശ്നം തീർന്നില്ലേ? മനെ, എന്റെ മക്കളെല്ലാം ഒന്നാണ്, നിങ്ങൾക്കെല്ലാം സവാ, അതാ ഇതേപോലെ തന്നെയാണ്, ഇത്രേ ഉള്ളൂ. അവന് കുറച്ച് കൂടുതൽ, ഇവന് കുറച്ച് കുറഞ്ഞു, പ്രശ്നം ആഖിറത്തിൽ ചോദ്യം ഉണ്ടാവും. അതിനെ സൂക്ഷിച്ചാൽ മതി. ഒരു ഉമ്മ വെച്ച വിഷയത്തിൽ തന്നെ കണ്ടില്ലേ, ആൺകുട്ടി വന്നു ഉമ്മ വെച്ച് മടിയിലിരുത്തി, പെൺകുട്ടി വന്നു പിടിച്ചൊരു സൈഡിൽ ഇരുത്തി. റസൂലുള്ളാഹി തങ്ങൾ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞു, ശരിയല്ല, നീ അവർക്കിടയിൽ നീതി കാണിച്ചിട്ടില്ല. മനസ്സിലായില്ല? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ ചെറിയ കാര്യമല്ല. അപ്പൊ അൽ അദ്ലു ബൈനൽ ഔലാദ്, കുട്ടികൾക്കിടയിൽ നീതി ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ദുആ ചെയ്യുന്നുണ്ട്, അവസാന ഖുതുബ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ, അല്ലാഹു നമ്മളോട് നീതിയാണ് കൽപ്പിക്കുന്നത്, നീതി കൽപ്പിക്കാണ്. എല്ലാവരും അത് കേട്ടല്ലേ ജുമാ കഴിഞ്ഞു പോകുന്നത്? ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാത് ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസ് അൻ തഹ്കുമൂ ബിൽ അദ്ൽ. അല്ലാഹുവിനോടുള്ള അമാനത്ത് നിങ്ങൾ നിർവഹിക്കണേ. നിങ്ങൾ ജനങ്ങൾക്കിടയിൽ നീതി കൽപ്പിക്കുകയാണെങ്കിൽ
അതിൽ ഒരു ഭംഗം വരാതെ, കളങ്കം വരാതെ, ന്യൂനത വരാതെ നീതിയോടുകൂടി നിങ്ങൾ അത് കൽപ്പിക്കണേ. നീതിയോടുകൂടി അത് കൽപ്പിക്കാവൂ. നീതിബോധം അവിടെ ഉണ്ടാകണം. ഭാര്യമാർക്കിടയിൽ നീതിബോധം ഉണ്ടാകണം. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആർക്കാർക്കിടെ ഇടയിലൊക്കെ നീതി കൊടുത്തു എന്നുള്ളതിന്റെ തെളിവുകളുണ്ട്. കുട്ടികൾക്കിടയില്, ഭാര്യമാർക്കിടയില്, ജനങ്ങൾക്കിടയില്, സ്ത്രീകൾക്കിടയില്, എല്ലായിടത്തും നീതിയാ. റസൂലുള്ളാഹി തങ്ങൾ ഒരു നിലയ്ക്ക് നമുക്ക് മാറ്റി നിർത്താൻ പറ്റൂലല്ലോ. സുഖമില്ലാതെ കിടന്ന ഭാര്യമാർക്കിടയിൽ സുഖമില്ലാതെ കിടന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ താമസിക്കാൻ നബിക്ക് ആഗ്രഹം. അവസാന ഘട്ടത്തിൽ നബി തങ്ങൾ ബാക്കിയുള്ള ഭാര്യമാരെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ആയിഷയുടെ അടുക്കൽ പോട്ടെ, ആ വീട്ടിൽ കിടന്നോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണോ? എല്ലാരും സമ്മതിച്ചു. നബിയെ പോയിക്കോ, തൃപ്തി, ഞങ്ങൾക്ക് തൃപ്തി, ഞങ്ങൾക്ക് ഇഷ്ടാണ്, പോയിക്കോ. അല്ല കൊച്ചുപെണ്ണായതുകൊണ്ട്, ചെറുപ്പക്കാരി ആയതുകൊണ്ട് എന്നാ അവിടെ പോയി അങ്ങനെ അങ്ങോട്ട് പോയല്ലോ ഇങ്ങോട്ട് പോയല്ലോ നല്ല അതിന്റെ അർത്ഥം. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ച് രണ്ടാമത് സൗദ റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം കഴിച്ച് വയസ്സ് കൂടിയവരാണ്, ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവരാണ്. നബി തങ്ങളെ തൃപ്തിപ്പെടുത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ നിങ്ങൾ ആയിഷ ബീവിയെ കല്യാണം കഴിക്കൂ നബിയെ, എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് നബിയെ. സൗദ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയി കല്യാണം കഴിച്ചത്. അവിടെ ഒരു പെണ്ണിനെ വെച്ചോണ്ട് അങ്ങേര് പോയി വേറെ കെട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. തൃപ്തിപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അവിടെ ഒരു നീതി കാണിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ നമ്മളിപ്പോ രണ്ടാമത് പെണ്ണിട്ടാൻ പെണ്ണിന്റെ അനുവാദം ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു അനുവാദം ഉണ്ടോന്നും പേടിക്കാൻ വേണ്ട. അങ്ങനെ താല്പര്യവും കഴിവും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഒന്നും കെട്ടിക്കോല്ലോ, ഒന്നും കുഴപ്പമില്ല. പക്ഷേ സംഭവം എന്താ, അങ്ങനെ ചിലരുടെ ഒരു ചോദ്യമുണ്ട്, അങ്ങനെ പെണ്ണിന്റെ അനുവാദം രണ്ടാമത് വേണോ ഉസ്താദേ എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സൗദ റളിയല്ലാഹു തആല ശാരീരികമായിട്ട് വലിയ ആഫിയത്തില്ല, ആരോഗ്യം കുറവ്, ഇച്ചിരി വയസ്സ് കൂടുതലായി. നബി തങ്ങളെ നിങ്ങൾ എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ എന്നെ ഒഴിവാക്കി തലാക്ക് ചൊല്ലല്ലേ, എനിക്ക് നാളെ സ്വർഗത്തിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് കഴിഞ്ഞു കൂടണം. നബി അത് കേട്ടില്ലേ? നബി അത് അംഗീകരിച്ചില്ലേ? അവർക്കിടയിൽ നീതി കൊടുത്തില്ലേ? ഹലീമ റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾക്ക് മുല കൊടുത്തു, പാല് കൊടുത്തു. ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കൈക്കുഞ്ഞ് ഹലീമ ബിയുടെ വലത് മുലയിൽ നിന്ന് പാല് കുടിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ഇടത് മുലയിലേക്ക് റസൂലുള്ളാഹി തങ്ങളെ എടുത്ത് തിരിച്ചു വെച്ചു. സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെ ഇപ്പുറത്ത് കുറച്ചു കൊടുത്ത് ഇപ്പുറത്ത്. നബി തങ്ങൾ കുടിക്കാൻ നിഷേധിച്ചു, താല്പര്യം കാണിച്ചില്ല. കുഞ്ഞാണ്, എന്താ സംഭവം എന്നറിയോ? ഇടത് ഭാഗത്തെ മുലയിൽ നിന്ന് കുടിക്കാൻ വേറെ ഒരാള് ക്യൂവിലുണ്ട്. ഞാനിത് കുടിച്ചു തീർന്നാൽ അവന് കിട്ടാതെ വന്നു പോകും. പല പ്രാവശ്യം ഹലീമ ബീവി എടുത്ത് ഇടത് സൈഡിൽ വെച്ചിട്ടും നബിതങ്ങൾ കുടിക്കാൻ തയ്യാറായില്ല. നബിതങ്ങൾ പിന്തിരിഞ്ഞു മാറി. അതിൽ നിന്ന് മനസ്സിലായത് എന്താ? അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, എല്ലാവരും അവിടെ കിട്ടുന്നിടത്തൊക്കെ പോയി കുടിക്കുമായിരുന്നല്ലോ, അങ്ങനെയാണല്ലോ ആ സംഭവം. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പ്രകൃതിയാ ജനിച്ച മുതലേ ആദിലാണ്, നീതിമാനായിരുന്നു ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനസ്സിലാക്കി ചിന്തിച്ചു നോക്കി. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നീതി ബോധമുള്ളവരായിരിക്കണം എല്ലാ മേഖലകളിലും. സമ്പത്തിന്റെ വിഷയം, അനന്തരാവകാശത്തിന്റെ വിഷയം, അത് വലിയൊരു പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അല്ലാഹു തൗഫീഖ് ചെയ്താൽ അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ സൗകര്യം പോലെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അനന്തരാവകാശ വിഷയം പാപ്പാമാരൊക്കെ നല്ലപോലെ ചിന്തിക്കണം. ആഖിറത്തിൽ പോയി ഇടികൊള്ളാൻ നിൽക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഇവിടൊക്കെ മക്കൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവൻ എന്നെ നോക്കുന്നു ഇവ എന്നെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട വേറൊരു മകൻ പോയിട്ട് വാടക വീട്ടിൽ കിടന്നിട്ട് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം എതിരെ എൻ്റെ വാപ്പ പഠിച്ചവന്, അവനൊക്കെ നല്ല കൊട്ടാരത്തിൽ കിടക്കുന്നു, ഞാനിവിടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു, എൻ്റെ വാപ്പാക്ക് ഇത്ര സ്വത്തുണ്ടോ, 2 സെന്റ് എനിക്ക് തന്നാൽ മതിയായിരുന്നു, ഞാനൊരു വീട് വെച്ച് അവിടെ കിടക്കുമായിരുന്നു, അതുപോലും തരാതെ എന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്നൊക്കെ വളരെ ഖേദത്തോടുകൂടി പൊട്ടിക്കറിയുന്ന മക്കളുണ്ട്. അത് വാപ്പാടെ നെഞ്ചിലേക്ക് വന്ന് തറയ്ക്കും. അത് ചിന്തിച്ചോളും, ചെറിയ കാര്യമല്ല. കേവലം ഒരു ചുംബനം, ഒരു ഉമ്മ കൊടുത്ത വിഷയത്തിൽ ഒരു കുട്ടിക്ക് കൊടുത്തു, ഒരു കുട്ടിക്ക് കൊടുത്തില്ല. റസൂലുള്ളാഹി പറഞ്ഞ എന്താ? നീതി കാണിച്ചിട്ടില്ല. നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി ബോധമുള്ളവരാകുക നബിയുന റസൂലുള്ളാഹി. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്ത് പ്രവർത്തിച്ച് അള്ളാന്റെ പൊരുത്തം കരസ്ഥമാക്കി മരിക്കാൻ തൗഫീഖ് തരട്ടെ.